ഫ്രാഗ്രൻസ് ഓഫ് ലൈഫ്. അത്ഭുതകരമായ അതിജീവനമാണ് ജീവിതം. 2023 ജൂലൈ 11 തെക്കേ അമേരിക്കയിലെ കൊളംബിയൻ സൈന്യം ഉറക്കെ നിലവിളിച്ചു, മിലാഗ്രോ. അത്ഭുതം എന്നാണ് ഈ വാക്കിനർത്ഥം. വിമാനം തകർന്ന് ആമസോൺ കാടുകളിലകപ്പെട്ട 13 അതിന് താഴെയും പ്രായമുള്ള 4 കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായത് ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ലോകം മുഴുവനെയും ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ കൊളംബിയൻ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ ഹോപ്പ് എന്ന രക്ഷാദൗത്യം തീർച്ചയായും ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഈ സംഭവത്തിൽ നിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കുമുള്ള അതിജീവന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ മേൽ അവരുടെ പ്രായമായ മുത്തശ്ശി ചെലുത്തിയ കോൺഫിഡൻസ്, ഹോപ്പ്, അതാണ് ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ ഇടവരുത്തിയത്. ആമസോൺ കാടുകൾ നമുക്കറിയാവുന്നതുപോലെ നരിയും പുലിയും വിഷപ്പാമ്പുകളും മുതലകളും നിറഞ്ഞ കൊടും കാടാണ്. അവിടെ നിന്ന് ജീവിതത്തിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നിട്ടും 40-ാം ദിവസവും വിടാതെ പിന്തുടരാൻ, വിടാതെ അന്വേഷണം തുടരാൻ സൈന്യത്തെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? അത് അവരുടെ അമ്മൂമ്മ നൽകിയ വാക്കുകളായിരുന്നു. അവർ കാടിൻ്റെ മക്കളാണ്. അവർക്ക് കാടിനെ അറിയാം. അവർ കാട്ടിൽ തന്നെയുണ്ട്. നമുക്കവരെ രക്ഷിക്കണം. അമ്മൂമ്മയുടെ പ്രത്യാശ നിറഞ്ഞ ഈ വാക്കുകളാണ് വിടാതെ അന്വേഷിക്കാൻ സൈന്യത്തെ പ്രേരിപ്പിച്ചതും ഈ 4 കുഞ്ഞുങ്ങളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചതും. ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും ദിവസം കാട്ടിൽ പിടിച്ചു നിൽക്കാൻ കാരണമായതും അവരുടെ അമ്മൂമ്മയുടെ വാക്കുകൾ തന്നെ. അമ്മൂമ്മ പറഞ്ഞു, മക്കളെ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങളെ അന്വേഷിച്ച് ഞങ്ങൾ വരികയാണ്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. വൈകാതെ നിങ്ങളുടെ അടുത്ത് ഞങ്ങളെത്തും. അമ്മൂമ്മയുടെ ഈ വാക്കുകൾ റെക്കോർഡ് ചെയ്ത് ഹെലികോപ്റ്ററിൽ കാടിന് മുകളിലൂടെ തലങ്ങും വിലങ്ങും അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇത് കേട്ടിട്ട് തന്നെയാകണം പ്രതീക്ഷയോടെ, രക്ഷിക്കാനുള്ള കരങ്ങൾ അധികം വൈകാതെ എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഒറ്റപ്പെട്ട ജീവിത നിമിഷങ്ങളിൽ പിടിച്ചു നിന്ന് രക്ഷയുടെ തീരത്തേക്ക് എത്തിച്ചേരാൻ അവരെ സഹായിച്ചത്. മൂന്നാമതായി സൈന്യത്തിൻ്റെ ഇടപെടലാണ്. ഇതിൽ നിന്ന് മുതിർന്നവർക്കുമുള്ള ഒരു വലിയ സന്ദേശം ഉൾക്കൊള്ളുന്നു. ആമസോൺ കാടുകളുടെ വന്യതയിൽ 40 ദിവസവും അവർ വിടാതെ അന്വേഷണം തുടരാൻ പ്രേരിപ്പിച്ചതിൻ്റെ മറ്റൊരു കാരണം അവരുടെ നിശ്ചയദാർഢ്യം തന്നെയായിരുന്നു. കുട്ടികളെ രക്ഷിച്ചേ പറ്റൂ. അതിനായി അവർ കാട്ടിലുടനീളം റൊട്ടി വിതറി, വൃക്ഷങ്ങൾ വെട്ടി വഴി തെളിച്ചു. 10,000-ത്തിലധികം രക്ഷാ സന്ദേശങ്ങൾ കാടിന് മുകളിലൂടെ വിതറി. കുട്ടികൾ തങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടമാകരുതെന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ള സൈന്യത്തിൻ്റെ മുന്നേറ്റമാണ് കുട്ടികളെ രക്ഷിക്കാൻ നിമിത്തമായത്. അതെ, കുട്ടികൾ നഷ്ടപ്പെടരുതെന്ന വാശിയോടെ നാമും അവരെ പിന്തുടർന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളാരും വഴിതെറ്റി പോവുകയില്ല, ജീവിതത്തിൽ നിന്ന് നശിച്ചു പോവുകയില്ല. അടുത്തത് കുട്ടികളുടെ റോളാണ്. കുട്ടികൾക്കും ഇതിൽ നിന്ന് വലിയൊരു സന്ദേശം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുവാനുണ്ട്. സ്വന്തം മൊബൈൽ നമ്പർ ചോദിച്ചാൽ മിസ്ഡ് കോൾ അടിച്ചു വേണം അവർക്കത് തിരിച്ചറിയാൻ. തനിയെ ആയിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. കറണ്ട് പോയാൽ ഭയമാണ്. ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ഒന്ന് നിലച്ചു പോയാൽ, പെട്ടെന്ന് വെള്ളം കയറിയാൽ, തീപിടുത്തമുണ്ടായാൽ എങ്ങനെ അതിനെ അതിജീവിക്കാമെന്ന പ്രായോഗിക ജ്ഞാനം നമ്മുടെ മക്കൾക്ക് നേടാനായിട്ടുണ്ടോ? മിക്ക സമയവും സ്ക്രീനിൽ കണ്ണും നട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ, ക്രിമിനൽ സ്വഭാവമുള്ളതുമായ അറിവുകൾ ശേഖരിക്കുന്നതിന് മുൻപ് ഇതെനിക്ക് ആവശ്യമാണോ എന്നൊന്ന് ചിന്തിക്കാനുള്ള വിവേകം നമ്മുടെ മക്കൾക്കുണ്ടോ? ഓപ്പറേഷൻ ഹോപ്പ് എന്ന ഈ മഹാദൗത്യത്തിൽ നിന്ന് അതിജീവനത്തിൻ്റെ പാഠം മാത്രമല്ല ലോകം പഠിക്കേണ്ടത്, പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ ജീവിതത്തിൻ്റെ മറുകര താണ്ടാമെന്നുള്ള പ്രായോഗിക ജ്ഞാനവും കൂടെ ഇതിൽ നിന്ന് ലോകം പഠിക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ ഹോപ്പ് എന്ന ഈ രക്ഷാദൗത്യത്തിൻ്റെ മറുപുറവും കൂടെ നാം വായിക്കേണ്ടതുണ്ട്.
നിരാശയുടെയും തകർച്ചയുടെയും ദുഃഖത്തിൻ്റെയും ആമസോൺ കാടുകളിൽപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ സന്ദേശം കൊടുത്ത് ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു വലിയ സന്ദേശവും ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ കൊടുങ്കാടുകളിൽ പെട്ടുകിടക്കുന്നവർക്ക് ഞങ്ങൾ കൂടെയുണ്ടെന്നുള്ളൊരു പ്രത്യാശയുടെ സ്വരം നമുക്ക് കേൾപ്പിക്കാനാവുമ്പോൾ അന്തരാത്മാവിൽ ദൈവവും ഒരു സ്വരം അവരിൽ കേൾപ്പിക്കും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അതെ, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ജീവിതങ്ങളെ കൂട്ടിച്ചേർത്ത് അവരെ ജീവിക്കാൻ പഠിപ്പിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ തീരങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു മിലാഗ്രോ അനുഭവം, ഒരു അത്ഭുതത്തിൻ്റെ അനുഭവം അവർക്ക് പകരാനാകുമ്പോഴാണ് നമ്മുടെയും ജീവിതം ധന്യമാവുക.